വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവേ നോക്കി കണ്ട പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കി കണ്ട പാർത്തലത്തിൻ ദുരിതം. ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള തിരുവെഴുത്തുകളാണ്. ഇവിടെ പ്രിയപ്പെട്ടവര് വായിച്ച് പൊതുവിൽ നമ്മൾ കേട്ടത്. ഈ ലൈറ്റ് ഇച്ചിരി ഒന്ന് കുറയ്ക്കുകയാണ്, കണ്ണ് എന്നും ലൈറ്റ് അടി ആയതുകൊണ്ടാണ്. നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് ലൈറ്റ് അടി കാണുന്നത് ഉള്ളൂ.
ഇല്ല, കുഴപ്പമില്ല, ഞാൻ തിരിഞ്ഞു നിന്ന് പ്രസംഗിച്ചോളാം, ശബ്ദം കേട്ടാൽ മതിയല്ലോ. ഈ ലൈറ്റ് നിങ്ങളുടെ കണ്ണിലോട്ടൊന്ന് അടിച്ച് അന്നേരം അതിൻ്റെ പരുവക്കേട് അറിയാം. വീഡിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ എൻ്റെ കണ്ണ് പോവും. അതെല്ലാം കൊണ്ടുകൊണ്ട് മറിച്ച് താഴെ വരില്ല. പരുവത്തിന് അങ്ങനെ മതി, അത് മതി, ഇങ്ങോട്ട് വെക്കരുത്. അങ്ങോട്ട് ചുരം അങ്ങോട്ട് കൊണ്ട് അത് മതി, അത് മതി. അവിടെ സഹോദരിമാർ വന്ന് നിൽക്കുന്നില്ല. ഇവിടെ കസാര ചിലത് കിടപ്പുണ്ട്. ഒന്നെങ്കിൽ കസാര നിങ്ങളൊന്ന് സഹോദരിമാർ എഴുന്നേറ്റ് മുന്നോട്ട് നിൽക്കുന്ന എല്ലാവരും വന്ന് എഴുന്നേറ്റാണ്. മുന്നിൽ കസാര ഉണ്ടെങ്കിൽ അതിലോട്ട് കയറി അണ്ടാ മുന്നോട്ട് കസാര ഇരിക്കാൻ പറ സഹോദരി. ഇപ്പോൾ അവിടെ കിടന്ന് കറങ്ങുന്നു മുന്നോട്ട്. സഹോദരിമാരെല്ലാവരും എഴുന്നേറ്റാണ്. മുന്നിലത്തെ കസാരയിലോട്ട് വന്നിരിക്കും. ഈ അമ്മ അതൊക്കെ ബുക്ക് നോക്കാതെ വേറിയിരിക്കും മേം. ഇതൊന്നും സഹോദരിമാരല്ലയോ എഴുന്നേക്കാൻ? എഴുന്നേറ്റ് ഒടിഞ്ഞു കിടക്കുന്ന കസലിലോട്ട് മുന്നോട്ട് കയറിയിരിക്കുക. പക്ഷേ മുന്നോട്ട് കയറിയിരിക്കുക. പക്ഷേ മോളെ ഇങ്ങോട്ട് കയറിയിരിക്കുക. അപ്പോൾ പുറകെ നിൽക്കുന്നവർ കൂടി ഇരിക്കാം പെട്ടെന്ന്. ഇവിടെ സഹോദരന്മാരും ഒന്ന് അപേക്ഷിക്കുക, മുന്നോട്ടൊന്ന് കയറി ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. നമുക്ക് പയ്യ വചനം ഞാൻ എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും കാല് പിടിക്കുക, ഒന്ന് എഴുന്നേറ്റ്. ഇനി ഇത് കൂടുതലും അങ്ങനെ കാല് പിടിച്ച് വെച്ചാൽ ജനം പ്രാകും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. സഹോദരിമാരെല്ലാവരും എഴുന്നേറ്റ്, സഹോദരന്മാരും എല്ലാവരും എഴുന്നേറ്റ് മുൻപോട്ട് കയറി. നിങ്ങളുടെയൊക്കെ മുൻപിലൊരു കസേര വെറുതെ ജോസഫ് പാസ്റ്റർ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ ഒരു കസേര ഇങ്ങോട്ട്. നമ്മുടെ തേക്കടി സെൻറ്ററിൻ്റെ ചുമതലക്കാരൻ ജോൺ പി ചെല്ലപ്പൻ പാസ്റ്ററുടെ മോന്. മുന്നിൽ കസേരയിലോട്ട് അവിടെ ഇരുന്നവർക്ക് ഇരിക്കാം. പിന്നെ വെറുതെ കിടപ്പുണ്ടേ പിന്നെ എഴുന്നേക്കേണ്ടി വരും. മുന്നോട്ട് കയറിയിരിക്കും. മോനെ സഹോദരൻ അപ്പുറലോട്ട് അച്ഛൻ അപ്പുറലോട്ട് ഇരിക്കാൻ പറ്റും. അയ്യോ പെട്ടെന്ന് ആട്ടെ, നിങ്ങൾ എല്ലാവരും അനുസരിക്കുന്നുണ്ട്. ഇനിയും കസാര നമുക്ക് വിട്ടുപോകുണ്ടോ? കസാര ഇനിയും ഉണ്ടോ? കൊണ്ടുവരുമോ? കസാര കൊണ്ടുവരും. അപ്പോൾ ഒരു ക്രമീകരണം കൂടെ ഉണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അപേക്ഷിക്കുക. എല്ലാവരും എഴുന്നേറ്റ്. സഹോദരിമാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. അപേക്ഷിക്കുക, കാല് പിടിക്കുക, എഴുന്നേറ്റ്. സഹോദരിമാർ ഇരിക്കുന്ന കസാരയായിട്ട് മുന്നോട്ട് വാ മോളെ. ഇടി വലിച്ച് നിരക്കാതെ മുന്നോട്ട് എടുത്തുകൊണ്ട് പാടി പൊക്കിക്കൊണ്ട് വരാം. ഇങ്ങോട്ട് മുന്നോട്ട്. ഇത് കാണുമ്പോൾ സഹോദരന്മാരും ചെയ്തോണം. അതിനായി ഇവരെ ഇത് കണ്ടുകൊണ്ട് ചെയ്യണം. പിന്നെ അപേക്ഷ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഒന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ്. സഹോദരന്മാരെല്ലാവരും ദയവായിട്ട് അപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകും. കസാരയായിട്ട് മുന്നോട്ട്. മോളിരുന്നോടി. ഇനി കസാര വല്ലതും വരിക തന്നെ പുറകിട് എന്നാ പോരെ. എന്തെല്ലാം കാര്യം ക്രമീകരിച്ചാലാവുന്ന രണ്ട് വാക്യം പറയാൻ പറ്റും. നടുഭാഗത്തിരിക്കുന്നവരാരും മുന്നോട്ട് വന്നില്ല. സഹോദരന്മാർ നിങ്ങളാ പുറകെ നിൽക്കുന്നവരോട് മുന്നോട്ട് പോയി. ഇവരാരും എഴുന്നേൽക്കുകയല്ല. അവരെല്ലാം സഹോദരിമാരൊക്കെ മുന്നോട്ട് കസാര കാണുന്നോട്ട് തൊട്ടങ്ങ് ഇരുന്നു.
അവിടെയൊക്കെ കസാര കിടക്കുന്നു, പറഞ്ഞാലും കേൾക്കുകയില്ല, അനുസരിക്കുകയില്ല. നമ്മുടെ ഈ ഉള്ള സൗകര്യത്തിൽ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളണം. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചോ സഹോദരി. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള തിരുവെഴുത്തുകളാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാന വാക്യങ്ങളായിട്ട് ഇവിടെ വായിച്ചു കേട്ടത്. പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ, ഈ വേദഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഇങ്ങനെ തരംതിരിച്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷത. ഒന്ന്, ഇങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. വർത്തമാനകാല പ്രത്യക്ഷതയും ഭാവികാല പ്രത്യക്ഷതയും ഭൂതകാല പ്രത്യക്ഷതയും 3 പ്രത്യക്ഷത ഈ തിരുവെഴുത്തിൽ ആ 3 പ്രത്യക്ഷതയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 പ്രത്യക്ഷതയുടെ വാക്യം വായിച്ചേച്ച് നമുക്ക് അടുക്കടുക്കായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. പൂർവകാല പ്രത്യക്ഷത 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ. അത് ഇപ്പോൾ വർത്തമാനകാല പ്രത്യക്ഷതയാണ് ഇപ്പോൾ വായിച്ച വാക്യം. ഇനി പൂർവകാല പ്രത്യക്ഷത 26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അതാണ് പൂർവകാല പ്രത്യക്ഷത. ഇനി ഭാവികാല പ്രത്യക്ഷത 28-ാം വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനായി. അതാണ് ഭാവി പ്രത്യക്ഷത. അപ്പോൾ ഈ 24 മുതൽ 28 വരെയുള്ള തിരുവെഴുത്തിൽ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത. ഇന്ന് രാത്രി നമുക്ക് വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ചുമതലപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സത്യവേദ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എബ്രായ ലേഖനം, വിശേഷിച്ച് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ലേഖനങ്ങളിൽ. നമുക്കറിയാം പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം വളരെ ഈടുറ്റ ലേഖനമാണ്. സാധാരണക്കാർക്ക് ഇത് ഗ്രഹിപ്പാൻ വളരെ ബുദ്ധിമുട്ടാണ്. പത്രോസ് ആ കാര്യം പറയുന്നുണ്ട്. പൗലോസ് തന്നെയും ചില പരാമർശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21 ലേഖനങ്ങളിൽ ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ആ ലേഖനങ്ങൾ തന്നെ ദൈവശാസ്ത്രപരമായിട്ട് തരംതിരിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ദൈവദാസന്മാരതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനങ്ങൾ, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, സഭാശാസ്ത്രപരമായ ലേഖനം, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം, ഇങ്ങനെ തിയോളജിക്കലായിട്ടൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് എബ്രായ ലേഖനം. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ ലേഖനം തർജ്ജന ലേഖനമാകാൻ കാരണങ്ങൾ 3 പെശകിന്, നാടൻ ഭാഷയാണ്, 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. സഭയുടെ ആരംഭകാലം മുതൽ ഈ പെശക, ഇപ്പോൾ ഈ പെശക, ഈ പെശകിനോട് ബന്ധപ്പെട്ട വാക്ക് മുഴുവൻ പെശകും. അപ്പോൾ ഉപദേശ പെശക്, ജീവിത പെശക്, വിശ്വാസ പെശക്.
ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ താക്കീത് കൊടുക്കുന്ന ലേഖനമാണ്. കൊരിന്ത് ലേഖനം ജീവിത പെശക് കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ് ഈ കൊരിന്ത് ലേഖനം. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഒന്ന് രണ്ട് സൂചനകൾ തന്ന് എടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പോൾ ലേഖനങ്ങളെല്ലാം തന്നെ ഉപദേശങ്ങൾ. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകം സുവിശേഷ പുസ്തകമാണ്. 5-ാമത്തെ പുസ്തകം ഈ സുവിശേഷത്താൽ ഉണ്ടായ പ്രവർത്തനങ്ങളാണ്, സഭകളുണ്ടായി. ബാക്കി 21 ലേഖനങ്ങൾ സഭയ്ക്കുള്ള ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണത്തെ കാണിക്കുന്നു. കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. ഗലാത്യ ലേഖനം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു. എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങളെ കാണിക്കുന്നു. ഫിലിപ്പിയ ലേഖനം അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ സന്തോഷത്തെ കാണിക്കുന്നു. കൊലോസ്യ ലേഖനം ആപത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാരുടെ അവകാശത്തെ കാണിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം അങ്ങനെ അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശയെ കുറിക്കുന്നു. തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസും ഫിലേമോനും കൂടെ ചേർത്ത് പഠിച്ചാൽ അവർക്കുള്ള പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ സഭയിൽ അവരെങ്ങനെ ആയിരിക്കണം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. ബാക്കി നിങ്ങൾ പറയണം, പറ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പ്രസംഗിച്ച് തെളിയണ്ടെന്നായിരിക്കും. വാക്യം കണ്ടോ? ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. വായിച്ചു തിമോഥെയോസിന്റെ ലേഖനമല്ലേ? അത് വായിച്ചു. പെട്ടെന്ന് മൈക്കിഞ്ഞോട്ടൊന്ന് കൊടുക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന. സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്. അടുത്ത പദം ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് നീ അറിയേണ്ടതിന്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം? എനിക്ക് നിനക്കും തോന്നുന്നത് പോലെ നടന്നാൽ പോരാ. ഏതെങ്കിലും ഒരു സഭയെ മെമ്പർഷിപ്പ് എടുത്താൽ അവിടെ പോയി പാമ്മിയിരുന്നു, എന്നിട്ട് എങ്ങനെയും നടക്കാനൊക്കത്തില്ല. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ നടക്കണം? അതിന്റെ പ്രമാണങ്ങളാണ്. ചിലരുണ്ട് സഭയിലാന്ന് പറയുക, തോന്നുമ്പം വരിക, തോന്നുമ്പോൾ പോകുക, തോന്നുന്നത് പോലെ ഇരിക്കുക, തോന്നുന്നത് തുണി ഉടുക്കുക. ചിലതിപ്പോൾ തുണി ഉടുക്കുന്നുമില്ല, പാസ്റ്റർമാരും പറയത്തുമില്ല. കല്യാണത്തിനൊക്കെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞു കൊടുക്കുക, കൊച്ചാ ഇത് പറ്റുകയല്ലെന്ന്. അവനെല്ലാം കാജ് മേടിച്ചു വെച്ചു അമുക്കുക. ഇവിടെ ഞാനൊരു, അതുകൊണ്ട് എന്നോട് വൈരാഗ്യമാണ്. ഒരുങ്ങി കെട്ടി വരുന്നതേ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? എങ്ങനെ ആണെങ്കിലും അങ്ങ് നടക്കാം. യോഹന്നാൻ തരുന്നത് ദൈവസ്നേഹം. ഒന്നാമത്തെ ലേഖനം സ്നേഹത്തെ പറ്റിയാണ്, 1-ാം ലേഖനം. 2-ാം ലേഖനത്തിന്റെ വിഷയം എൻ്റെ വിഷയമല്ലെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചു പോകാൻ. 1-ാം ലേഖനം വിഷയം സ്നേഹമാണ്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എന്തോ സ്നേഹമാണ്. സ്നേഹം. അങ്ങനെ ദൈവസ്നേഹത്തിൽ
നിലനിൽക്കുന്ന നമ്മൾ രണ്ടാം ലേഖനം ഏതാ? യോഹന്നാന്റെ രണ്ടാം ലേഖനം പറയുന്നത് വീട്ടിൽ ദുരുപദേശം വന്നു കയറും. വീട്ടിൽ ദുരുപദേശമുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണു തെറ്റുമ്പം നുഴഞ്ഞുകയറ്റക്കാർ വീട്ടിലും വന്ന് ദുരുപദേശം പഠിപ്പിക്കും. അതുകൊണ്ടാ ആ രണ്ടാം ലേഖനം സഹോദരിക്കും മക്കൾക്കുമായി എഴുതിയത്. രണ്ടാം ലേഖനത്തിന്റെ 1-2 വാക്യം വായിച്ചേ. നമ്മിൽ വസിക്കുന്നതും നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികമാർക്കും നായികയാർക്കും പെണ്ണുങ്ങളുടെ കാര്യമാണ് മതി. മക്കൾക്ക് മൂപ്പനായ ഞാൻ എഴുതുന്നത്. ഈ ഭാഗം ആദ്യം വായിക്കുകയാണ്, എന്നാലും വായിച്ചു തരുന്നില്ല. ദൈവം എനിക്ക് പേരെന്തോ? അഞ്ചു. നല്ല പേര്. നമ്മുടെ ജോംസി. രണ്ട് നല്ല പേര്. കട്ട നീക്കി. അപ്പോൾ അവിടെ രണ്ടാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മാന്യ നായകയാർക്കും മക്കൾക്കും. അപ്പൊ അമ്മയ്ക്കും മക്കൾക്കുമാണ് ലേഖനം. അതെന്താ ഈ സഹോദരിയെ സംബോധന ചെയ്യാൻ കാര്യം? വീട്ടിനകത്ത് ദുരുപദേശം കൊണ്ട് കയറ്റും. ആ 10ാം വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. വീടാന്ന് ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. വീട്ടിനകത്ത് വരുന്ന വിഷയമാണ് പറയുന്നത്. സ്തോത്രം. അപ്പൊ ദുരുപദേശക്കാര് വീട് വിസിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ വീട്ടിലുള്ള എപ്പോഴും ഭർത്താവ് ചിലപ്പം വീട്ടിൽ കാണുകയല്ല, ദൂരെയോ ജോലി സ്ഥലത്തോ ബന്ധപ്പാടില്ല, സഹോദരിമാര്. അപ്പം വീട്ടിലുള്ള സഹോദരിമാര് ഉപദേശ വിഷയത്തിൽ നല്ല തിട്ടമുണ്ടായിരിക്കും. അല്ലാതെ എഴുത്തം വന്ന അമ്മാമ എവിടെ കൂടോത്രം ചെയ്തിട്ടുണ്ടോ, കല്ലിന് നടകല്ലിൻ്റെ അവിടെ വെച്ചിരുന്നോ, കള്ളക്കറി ഇളകി പിന്നെ അവൻ കണ്ടടച്ച് പറയും തകിട് കൊണ്ടുവന്നു. അവൻ തന്നെ തകിട് കൊണ്ടുവന്നു. ഉടനെ ഇപ്പോൾ വൈകിട്ട് കിടപ്പുണ്ട്. ഉടനെ ഞാനിപ്പോൾ പറയുന്നില്ല. ഉടനെ തന്നെ നിന്ന് കൂട്ടായ്മ ഇട്ടേച്ച് ഉടനെ അവൻ്റെ പുറകെ പോയി. യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന പലരുണ്ട്. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്നവരും, യേശുക്രിസ്തു മരിച്ചിട്ടില്ലെന്നും യേശുക്രിസ്തു ഉയർത്തില്ലെന്നും യേശുക്രിസ്തു അല്ല പ്രധാന വിഷയം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എണ്ണം വരുമ്പോൾ അങ്ങനെയുള്ളവനെ വീട്ടിൽ പോലും. അപ്പൊ രണ്ടാം ലേഖനം, യോഹന്നാന്റെ രണ്ടാം ലേഖനം വീട്ടിനകത്ത് ദുരുപദേശം വരുന്നതിനെതിരാണ്. മൂന്നാം ലേഖനം സഭയോട് ബന്ധപ്പെട്ട സഭയ്ക്കകത്ത് ദുരുപദേശം. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് കയറുന്നില്ല. അപ്പൊ യോഹന്നാന്റെ 3 ലേഖനവും ദൈവസ്നേഹത്തെയും ഉപദേശ വിഷയങ്ങളെയും കുറിക്കുന്നതാണ്. പത്രോസിന്റെ ലേഖനങ്ങള് പ്രത്യാശയാണ്. ഒടുവിലായിട്ട് യൂദയുടെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ വിധത്തിലൊക്കെ ക്രമത്തോടെ, ക്രമീകരണത്തോടെ, പ്രമാണത്തോടെ, വിശുദ്ധിയോടെ, വ്യവസ്ഥയോടെ, ചിട്ടയോടെ, നിഷ്ഠയോടെ ജീവിക്കുന്നവരോട് യൂദ പറയുക, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. 24-25 വാക്യം വായിച്ചേ മോളെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ചെങ്കടൽ മുൻപിൽ വൈരി എൻ പിൻപിൽ, ചെങ്കടൽ മുൻപിൽ ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം വീഴാതെ നിൽക്കുവാൻ മരുവാസം തുടർന്നിടുവാൻ, വീഴാതെ നിൽക്കുവാൻ നീ കൃപ ചെയ്യണേ എന്നാത്മനായകനേ. ഈ
ഇച്ചിരി മൂപ്പാ, അത് ഞാൻ പിടി ഇച്ചിരി കഴിയട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ലേഖനങ്ങളെല്ലാം ഉപദേശ വിഷയങ്ങളാണ് നമുക്ക് തരുന്നത്. അതെ, പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഗലാത്യ ലേഖനം ഉപദേശ പിശകിനെതിരെയുള്ള ലേഖനങ്ങളാണ്. ഈ തർജ്ജനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ഇപ്പൊ സഭകളിലാണെങ്കിലും ഒന്നും തർജ്ജനം ചെയ്യത്തില്ല, പാസ്റ്റർമാരും തർജ്ജനം ചെയ്യത്തില്ല, വിശ്വാസിയും തർജ്ജനം ഒന്നുമില്ല. എങ്ങനെയും ആട്ടെന്ന നമ്മൾ പറഞ്ഞ ഒന്നും മിണ്ടണ്ട, എങ്ങനെയും 2 എണ്ണത്തിന് കിട്ടിയത് അതിനെ തല്ലി കെടുത്തി എങ്ങനെയും തട്ടി മുട്ടി പോകാം. അങ്ങനല്ല, എങ്ങനെയും പോകുന്നതല്ല സഭ. ദൈവത്തിന് മഹത്വം. ചെല്ലു പറയുന്നത് കേട്ടിട്ടില്ലയോ? ഇത് കൊയ്ത്തോളം പറയണം, കളയും നെല്ലുമൊക്കെ, കളയും നെല്ലും ഉണ്ടെന്ന്. കളയും നെല്ലുള്ളത് സഭയ്ക്കകത്തല്ല, വയലിലാണ്. സഭ വയലല്ലല്ലോ. ചെല്ലു പറയുന്നത് കേട്ടിട്ടില്ലയോ? നെല്ലും കളയൊക്കെ വളരട്ടെ, ഇപ്പം പറിച്ചു കളയരുത്. കാരണം ഇത് നെല്ലും കളയെല്ലാം വളരുന്നത് സഭയിലല്ല, ഇത് വയലില്ല. സഭ എന്തുവാ? സഭ എന്തുവാന്ന് നമുക്ക് അറിയാമല്ലോ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ദൈവത്തിന് മഹത്വം. അപ്പോൾ സഭയ്ക്കകത്ത് ദുരുപദേശം സഭയിൽ കയറി. ഗലാത്യ ലേഖനം ദുരുപദേശത്തിനെതിരെയുള്ള ലേഖനമാണ്. നുഴഞ്ഞു കയറ്റക്കാര് സഭയ്ക്കകത്ത് കയറി. ഗലാത്യ ലേഖനം 2:4 വായിച്ചാട്ടെ. നുഴഞ്ഞു കയറ്റക്കാരെന്നുള്ള പദമാണ് കൊടുത്തേക്കുന്നത്. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്താതിരിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. ഇവര് സഭയ്ക്കകത്ത് കയറി ധാരാളം ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനെതിരെയാണ് ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ഞങ്ങൾ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല, ദൈവികമാണെന്ന 1:11 വായിച്ചു. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന്. അപ്പൊ സുവിശേഷം മാനുഷികമല്ല, ഇത് ദൈവികമാണ്. അപ്പൊ അതിന് വിപരീതമായിട്ട് ആരേലും വന്ന് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. നിങ്ങൾ അതിന് വഴിപ്പെട്ടു പോകരുത്. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഓരോ അധ്യായം പഠിക്കുമ്പോൾ ഇതിനകത്ത് വന്ന ധാരാളം ദുരുപദേശങ്ങളുണ്ട്. വന്ന് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവർ ദിവസവും മാസവും കാലവും ആണ്ടും എല്ലാം പ്രമാണിക്കാനും തുടങ്ങി. 4:10-11 വായിച്ചു. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് നല്ല ഉദ്ദേശത്തോടല്ല ഈ പറഞ്ഞത്, തെറ്റാന്നാ. നിങ്ങൾ ഇപ്പം ദിവസം ആചരിക്കുന്നു, മാസം ആചരിക്കുന്നു, കാലം ആണ്ട് എല്ലാം നിങ്ങളിപ്പോൾ ആചരിക്കുന്നു. ഈസ്റ്റർ ആഘോഷിക്കുന്നു, ക്രിസ്തുമസ് ആഘോഷിക്കുന്നു, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, പിന്നെ എന്തുവാ ഒത്തിരി എല്ലാം നിങ്ങളിപ്പോൾ തുടങ്ങി. അപ്പോൾ അതൊക്കെ പരിപാടി തുടങ്ങി. അത് അനുകൂലിച്ചല്ല പറയുന്നത്, അത് പാടില്ല. ദൈവമക്കൾക്ക് ഇത് പാടില്ല. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശ എടുക്കുന്ന ഒരു ദൈവ പൈതലിന് ഇങ്ങനെയുള്ള ഒരു ചടങ്ങും പാടില്ല. അതാ പറഞ്ഞതിൻ്റെ പൊതുവിലുള്ള കാര്യം മനസ്സിലാക്കി. ഞായറാഴ്ച വന്ന് തിരുമേശ എടുക്കൽ ഏലി വിഷം തിന്നും പോലെ ഇതിൻ്റെ കാര്യമായി പറഞ്ഞു. മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആളല്ല. അത് അവരുടെ ആചാരവും വിശ്വാസവും അനുഷ്ഠാനം, നമ്മളത് കൈ കടത്തണ്ട. ഈ തിരുമേശ എടുക്കുന്ന നിന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു, അത് തെറ്റ്. ആ 8-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇപ്പോ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ വായിച്ചേ മോളെ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ അറിയാതെ അന്നെന്നുള്ളത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്.
ഈ കൃപയിൽ വരുന്നതിന് മുമ്പ്, ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ്, അതാ അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ഒത്തിരി എണ്ണമുണ്ട്. ഇടുക്കി ജില്ലയിലും ഉണ്ട്. ദൈവം കളിക്കുക ചുമ്മായിരുന്നു. സ്വഭാവം വെച്ച് നോക്കിയാൽ ഇവരാരും ദൈവമല്ല. പല ദൈവത്തിന് ഭാഷ അറിയാൻ മേല, എന്നെ പോലെ ഭാഷ അറിയാൻ മേല. സായിപ്പം മദാമേ തുരുതാന്ന് പറയുമ്പം പരിഭാഷയ്ക്ക് ആളില്ലെങ്കിൽ ദൈവം കുഴയുക, ദൈവം കളിച്ച് നിൽക്കുക, പക്ഷേ അറിയാൻ മേല. അല്ല, സ്വഭാവത്താൽ ഇവരാരും ദൈവം സർവജ്ഞാനിയല്ലേ. പണ്ട് നമ്മൾ കേട്ടത് ദൈവത്തിന് പനിയാണെന്ന്. കോവിഡിന്റെ സമയത്ത് ദൈവം വെളിയിൽ ഇറങ്ങിയില്ല, മാസ്കും ഒക്കെ ആയിട്ട്. ഇതാ ദൈവം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പേപ്പർ വായിച്ചാൽ ദൈവം വെന്റിലേറ്ററിൽ കയറിയെന്ന്. എന്നാ പറ്റി? ശ്വാസം കിട്ടുന്നില്ല. ആർക്ക്? ദൈവത്തിന്. ദൈവത്തിന് എങ്ങനെയാടാ ശ്വാസം മുട്ടലുണ്ടാകുന്നത്? അതാണ് ഞാൻ പറഞ്ഞു, ഇവരാരും സ്വഭാവത്താൽ ദൈവങ്ങളല്ല. ദൈവത്തിൻ്റെതായ സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. അവിടുന്ന് സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാ, സർവത്തെ സൃഷ്ടിച്ചവനാ, സർവത്തിൻ്റെ പിന്നെ അധികാരമുള്ളവനാ ദൈവം. അതാണ് ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾ ദൈവത്തെ അറിയാറാ ജീവിച്ച്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ ഒന്നുകൂടെ വായിച്ചേ മോളെ. എന്നാൽ അന്ന് അങ്ങനെ ചേർത്ത് വായിരേ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അടുത്ത പദം, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല, സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ല, എന്തുവാ ഇതിന്റെ സത്യമെന്ന് അറിയത്തില്ല. എന്നാൽ കാലാകാലങ്ങളിൽ സത്യദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതുകൊണ്ട് ഓർക്കുക, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിയുക. നമ്മളെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട് ദൈവത്തിന്റെ മകത്ത്. അങ്ങനെ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കാൻ നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് നിങ്ങൾ ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുതെന്നായി പറഞ്ഞതിന്റെ പൊരുള്. വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വർദ്ധിച്ച് വേണ്ടാന്ന് വെച്ചത്, അതിലോട്ടൊന്നും ഇനി പോകരുത്. നാം പുതിയ സൃഷ്ടിയാണ് ദൈവത്തിന് മകത്തും. ഗലാത്യ ലേഖനം അതിനെതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്ത് ലേഖനം ജീവിത പശക്ക് കണ്ട് എഴുതിയ ലേഖനമാണ്. ഒന്നും വ്യാഖ്യാനിക്കുന്നില്ല. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പശക സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം ഒരു മുന്നറിയിപ്പിന്റെ ലേഖനമാണ്. വേദപഠിതാക്കൾ ചിലത് പറയുന്നത് ഇത് പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമാണെന്നാണ് പറയുന്നത്. തന്നെയുമല്ല, എബ്രായ ലേഖനം പലരും വായിക്കാറുമില്ല. തന്നെയല്ല, ഇതിന് ഒരു കാരണം വായിച്ചാൽ മനസ്സിലാകുകയില്ല, എല്ലാവർക്കും ഒന്നും പിടികിട്ടുകയില്ല. പിന്നെ ആകെ കൂടെ നമുക്ക് എബ്രായ ലേഖനത്തിൽ ഇച്ചിരി വല്ലതും വെളിവ് കിട്ടുന്നത് 11ഉം 12ഉം അധ്യായമാണ്. അത് വിശ്വാസവീരന്മാരുടെ പട്ടികയാ 11, 12ഉം അധ്യായം. ഹാബേൽ തുടങ്ങിയുള്ള വിശ്വാസവീരന്മാർ, അത് പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ച ഹാബേലും ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കും, വിശ്വാസത്താൽ നീതിപ്രസംഗിയായ നോഹയും, പിന്നീട് അങ്ങോട്ട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, പിന്നെ താഴോട്ട് ചില വിശ്വാസ വീരന്മാർ, ഗിദെയോൻ, ഇഫ്താഖ്, ബാരാക്ക്, ശിമിശോൻ. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഹെറോനേക്കാൾ ശ്രേഷ്ഠനാണ് നസറായനാകുന്ന യേശു ക്രിസ്തു. മാത്രമാണോ ആമേൻ, മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠനാണ് നസറായനാകുന്ന യേശു ക്രിസ്തു. ആമേൻ. അങ്ങനെ പറഞ്ഞു പറയാ, സ്വർഗത്തേക്കാൾ വലിയവനാണ്. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ വേറെയില്ല. ഇവൻ എത്ര മഹാനെന്ന് നോക്കുന്നൊക്കെയാ നല്ല പ്രയോഗമാണ്. ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. യേശുവിനെ ഒന്ന് നോക്കിക്കുക. എന്തോ സൗന്ദര്യമാണ്, എന്തോ തേജസ്സാണ്. 2 കണ്ണും 1 തലയും 2 കൈയും 2 കാലും, അതൊക്കെയാ ഒരുമാതിരി ചൊവ്വുള്ള ശരീരം. സ്തോത്രം. അപ്പോൾ കണ്ടാലും വർക്കത്തുണ്ട് ഉണ്ടെന്ന്. അതല്ലേ യേശു പള്ളിക്ക് ചെന്നു. അവിടെ വായിക്കുന്നത് പള്ളിയിലിരുന്ന് എല്ലാവരുടെയും കണ്ണ് അത്രയ്ക്ക് കാണാൻ നല്ല സുമുഖനാണ്. കാണാൻ മാത്രമാണ്, വായിന്ന് വരുന്നതോ അയ്യോ. നമ്മളെ ചിലരെ കാണാൻ നല്ലതാ, വാ തുറക്കരുതെന്നേ ഉള്ളൂ.
കാണാനൊക്കെ നല്ലതാ, പുട്ടിയിട്ടായി വരുന്നത്, വായിന്ന് വരുന്നത്. 10 മിനിറ്റ് കേട്ട് കാണാൻ നമ്മൾ ഉറക്കവും തൂങ്ങി വായിക്കോട്ടെ വിട്ടു ഉള്ളവരെല്ലാം ഞൊട്ട പിടിയില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്നതല്ല ലാവണ്യവാക്കാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിരുന്ന എല്ലാവരുടെയും കണ്ണ് മുഖത്തോട്ട് നോക്കിയാൽ നല്ല വെട്ടവും വെളിച്ചവും, അല്ലാതെ ഇരുണ്ടിരിക്കുകയല്ല. നീ ഇപ്പൊ തട്ടിക്കളയൊന്നും പറഞ്ഞാന്ന് യേശു ഇരിക്കുന്നു. മുഖത്തോട്ട് നോക്കിയാൽ എന്തോ ഒരു വെട്ടവും വെളിച്ചവും. ആ മുഖത്തോട്ട് പേരിശ്ശേരിലെ മത്തായിച്ചനൊന്ന് നോക്കി, എൻ്റെ ഭാഷയാ കേട്ടോ, മത്തായിച്ചൻ നോക്കിച്ചൊരു വരി എഴുതി, കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. അപ്പോൾ മത്തായിച്ചൻ ആ തിരുമുഖത്ത് പോകരുത്, ഇനിയും പാട്ടുണ്ട് പോകരുത്. അപ്പോൾ ആ മുഖത്തേക്ക് നോക്കിയേച്ച് മത്തായിച്ചൻ എഴുതിയിരിക്കുക കോടി സൂര്യപ്രഭ. അവിടുന്ന് പ്രഭാമയനാ, തേജസ്സമേ തേജസ്സുള്ളവനാ, ദൈവത്തിന്റെ മഹത്വം. അപ്പം ചെങ്ങന്നൂര് നിങ്ങളുടെ അടുത്താ പേര് ശരി മത്തായിച്ചൻ. പിന്നെ അവര് നമ്മുടെ മാത്തുച്ചാനൊക്കെ അങ്ങ് അടൂരോട്ട് പോയി കടമ്പനാട്ട്. പേര് ശരി അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നല്ല കേമപ്പെട്ട പാട്ടുകളാണ്. അപ്പോൾ അദ്ദേഹം പൊന്മുഖത്തൊക്കെ നോക്കി വെച്ച് എഴുതുക കോടി സൂര്യ പ്രഭയോ. അപ്പം ആറന്മുളയിലിരുന്ന് സൈമൺ സാർ ആ മുഖത്തോട്ട് നോക്കി, പുള്ളി നോക്കി വെച്ച ഉടനെ എഴുതുക നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ, നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ, മുങ്ങിലെ ഈക്കുന്നു ദിവ്യ ജ്ഞാനികൾ നിന്റെ നന്മൊഴിക്കരികണയുപതിനോർ നവ്യമയസയൻ സൂമിൽ ലതു സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ തെല്ലും ഉണ്മയാറിയും അതില്ലൈമാനികൾ. അപ്പൊ ശ്രദ്ധിക്കുക, സൈമൺ സാർ ആ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുക നിൻ മുഖത്തു നിന്ന് തൂകും നന്മധു, മുഖത്ത് നിന്ന് തേനിറ്റിട്ട് വീഴും. സ്തോത്രം. തേന അല്ലാതെ ഈത്തായി മാറ്റി നിൽക്കുകയല്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. അപ്പം മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീടും. നീ മുഖത്തു നിന്ന് തൂകും നന്മധു, ഇല്ല തേന, ലാവണ്യ വാക്കുവൊക്കെ. അപ്പം കരിയമ്പളാവിലിരുന്ന് CS എഴുതി 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം, മണവാളൻ ഒരുവൻ മാത്രം. പരിലസിക്കുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതനാ. പരിലസിക്കുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതനാ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ. അപ്പോൾ അവിടുന്ന് തേജോമയനാണ്, പ്രഭാമയനാ. ഇനി വചനത്തിൽ നിന്ന് അലങ്കാര ഭാഷയാ. ഒന്ന് വായിച്ചൊരു 5 വായി സ്വോത്രം അയച്ചു. നീ അതിൻ്റെ കേട് തീർത്തേക്കാം. ഇതൂടെ ഒന്ന് വായിച്ചു എന്നാ. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ ഓടിച്ചൊന്ന് വായിച്ചു. എന്റെ പ്രിയൻ
വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. സ്ട്രെയിറ്റ് അല്ലെന്നായി പറഞ്ഞത്. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അങ്ങനല്ലേ പാടാൻ വരുന്നത്? നിങ്ങൾ യോഗ്യമായിട്ടാകും കേട്ടോ. കുറെ കാല് പറഞ്ഞുകൊണ്ട് ഉണ്ട് നിൽക്കുന്ന ജാനകി നിൽക്കും പോലെ. അവര് നല്ല അന്തസ്സായിട്ടാണ് നിൽക്കുന്നത്. എന്തോ നല്ല കിളിനാഥമാണ്. ഇപ്പോഴും ഭക്തിയോടൊക്കെ അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഹൈന്ദവരായ ചില സംഗീത വിദ്വാൻ എന്ത് ഭക്തിയാണെന്നറിയുന്നത്. അപ്പം ഇരുന്ന് പാടുന്നത് കാണുന്നത് തന്നെ ഭക്തിയാണ്. നമ്മുടെ ഇടയിൽ ചിലതുണ്ട്, അയ്യോ എന്നതാണോ ഇതൊക്കെ. ഇവർ പിന്നെ മര്യാദയ്ക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുണം വരാത്ത കുറെ ഉണ്ട് ഇതിനകത്ത്. ഇപ്പം ഉരുണ്ട് കയറിയിട്ടുണ്ട്. 5,000 അല്ലല്ലോ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അടുത്തത് അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അടുത്തത് അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും അവന്റെ അതരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. എന്തോ വർണ്ണനകളാണ് എന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞ തലമുടി മുതൽ നഖം വരെ അങ്ങോട്ട് വർണ്ണിച്ചിരിക്കുക. അതുകൊണ്ടാ ഈ ശൂന്യകാരി പ്രാണപ്രിയനെ പറ്റി ഇങ്ങനെ പാടിയും പറഞ്ഞും പുലമ്പിയിരിക്കുക. അപ്പൊ ശലോമന്റെ അവിടെ ഉള്ള പെണ്ണുങ്ങളും പാട്ടുകളെല്ലാം എന്തോ അടി കൊടുത്ത ഇങ്ങനെ ചാടുകയും പാടുകയും ചെയ്യുന്നു. അവൾ പറഞ്ഞു, എന്നെ രക്ഷിച്ച പ്രാണപ്രിയനെ പറ്റി. ഒന്ന് ചോദിച്ചു, നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെക്കാൾ വല്ലോ വിശേഷത? അവൾ പറഞ്ഞു, വിശേഷത ഉണ്ടെങ്കിൽ അവനേ ഉള്ളൂ. എന്തുവാ വിശേഷത? അന്നേരം ആ വിശേഷതയെല്ലാം പറഞ്ഞത്. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷത ഉള്ളൂ. ഓമനത്തിങ്ങൾക്കിടാവോ എടുക്കും. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ. 1000 പത്താളെ നോക്ക്, അതിൽ എന്നേശു മുഖ്യനുണ്ട്. അക്കരിങ്കാക്കയെ നോക്ക്, അതിൽ എന്നേശു പിൻമുടിയുണ്ട്. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഇനിയിപ്പം സ്തോത്ര കാഴ്ച എടുക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ദിവ്യജനേശ്വരാം ഭവ്യഗുണാത്മക ദിവ്യജനേശ്വരാം ഭവ്യഗുണാത്മക ദിവ്യജനേശ്വരാം ഭവ്യഗുണാത്മക ഭാഗ്യാമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക. ജഡം വെടിഞ്ഞൗവ്യയ്യ ലോകെ വന്ന ദിവ്യജഡം വെടിഞ്ഞൗവ്യയ്യ ലോകെ വന്ന പൂർവികിൽ വന്ന പരദേവ വിഗതജര പരദേവ വിഗതജര പൂർവോദിതാത്മനിർവ്യാജ വാകത്രേ
പൂർബോധിതമാത്മാ വ്യാജമാക്കത്രേ പൂർബോധിതമാത്മാ നിർവ്യാജമാക്കത്രേ നിർവഹിപ്പാൻ വന്ന സർവേശ്വര സുന്ദര ഹൃദഗർഭ ജനദേശര ഹൃദഗർഭ ജനദേശര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭാഗ്യമൃതദായ ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാണ്. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവി. കൂടെ കൂടെ ആ ലേഖനത്തിൽ അങ്ങനെ ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ വിശേഷതകൾ സൂക്ഷിച്ചു നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. അവിടുന്ന് വിശ്വാസത്തിൻ്റെ നായകനാണ്. മാത്രമല്ല അവിടുന്ന് രക്ഷാനായകനാണ്. തീർന്നില്ല, അവിടുന്ന് ജീവനായകനാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആട്ടെ, ഓരോ അധ്യായത്തിലും ക്രിസ്തുയേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള തിരുവെടുത്താണ് വായിച്ചത്. 9-ാം അധ്യായത്തിലെ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളുടെ വിശേഷതകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ളത് ഒരു മുൻകൂടാരത്തെ പറ്റിയും 11 മുതൽ താഴോട്ട് സ്വർഗീയ കൂടാരത്തെ പറ്റിയാണ്. അതിനൊത്തിരി വ്യത്യാസങ്ങളുണ്ട്. പഴയ കൂടാരവും പുതിയ കൂടാരവും എന്ന് പറഞ്ഞാൽ ഭൗമിക കൂടാരവും സ്വർഗീയ കൂടാരവും രണ്ടും അവിടെ താരതമ്യ പഠനം വിഷയമല്ലാത്ത കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. 2 കാര്യം പറയാം. 9-ന്റെ 1 വായിച്ചേ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. അപ്പൊ 1-ാമത്തെ മന്ദിരം ലൗകികമാണ്. എന്നാൽ അവൻ യേശു അങ്ങ് ചെന്ന് ആ മേളിലിരിക്കുന്ന പ്രത്യക്ഷത, ദൈവത്തിന് സ്തോത്രം. അതിൽ ആദ്യത്തെ പ്രത്യക്ഷത സാധാരണ അന്ത്യകാല ശാസ്ത്രം പഠിക്കുമ്പം 2 പ്രത്യക്ഷതയെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷത. അതല്ല നമ്മുടെ വിഷയം, തെറ്റിദ്ധരിക്കരുത്. ഇന്ന് രാത്രി എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ 3 പ്രത്യക്ഷതയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തിയോളജിയന്മാർ പിന്നെ പറയരുത് അനീഷ് കാവാലം, നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് രാജാക്കണ്ടത്ത് വന്ന് യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതയാണ് പറഞ്ഞത്. വിടലത്തരവൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. ഇന്ന് രാത്രി എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷത. അതിൽ 1-ാമത്തെ പ്രത്യക്ഷത പൂർവകാല പ്രത്യക്ഷത. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. പൂർവകാല പ്രത്യക്ഷത. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി 26 മോനെ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. ലോകസ്ഥാപനം മുതൽ യേശുക്രിസ്തു പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വാക്യം. എന്നാൽ അവൻ അവിടുന്ന് ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇത് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ആദ്യത്തെ പ്രത്യക്ഷത. ഇതിന് ഇപ്പോൾ നമ്മൾ പൂർവകാല പ്രത്യക്ഷത എന്ന് പറയും. അതിന് ഇപ്പോൾ യേശു ഭൂമിയിലല്ലല്ലോ.
ഇപ്പോൾ അവിടുന്ന് സ്വർഗത്തില. അപ്പോൾ ആ പ്രത്യക്ഷത വെച്ച് നോക്കുമ്പോൾ ഇത് ക്രിസ്തുയേശുവിന്റെ പൂർവ്വകാല പ്രത്യക്ഷതയാണ്. ആ പ്രത്യക്ഷതയ്ക്ക് ഒത്തിരി വിശേഷതയുണ്ട്. ഒന്നുകൂടെ വായിച്ചേ മോനെ. മോന്റെ പേരെന്തുവാ? എബിൻ. നല്ല പേരാ. വായി. അങ്ങനെയായാൽ പേര് കളയരുത്. വായിച്ചു. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ അവിടുന്ന് ലോകാവസാനത്തെങ്കിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത. തൊടുകൈക്ക് ഒരു കാര്യം പറയട്ടെ. യേശുക്രിസ്തു ഒരു മതത്തിന്റെ, വിഭാഗത്തിന്റെ, സഭയുടെ, സംഘടനയുടെ, ഒരു ഗ്രൂപ്പിന്റെ ആളല്ല. യേശുക്രിസ്തു അവൻ സകല മനുഷ്യനും വേണ്ടി വന്നതാ. ആൾക്കാരല്ല ഇപ്പൊ തരം തിരിച്ചു വെച്ചിരിക്കുക. ഇത് മാർത്തോമക്കാരുടെ യേശു, അതോ അത് കത്തോലിക്കന്റെ യേശു, അതോ അത് യാക്കോബക്കാരന്റെ യേശു, അതോ അത് ഓർത്തഡോക്സുകാരന്റെ യേശു. അതിനെല്ലാം ഓരോ ചിഹ്നമാണ്. ഓർത്തഡോക്സിന്റെ കുരിശ് ഒരു തരം, യാക്കോബായുടെ കുരിശ്, മാർത്തോമ കുരിശ്, എല്ലാം കുരിശാ. പണ്ട് അച്ഛൻ പറഞ്ഞു ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും കുരിശുമായിട്ട് വരണമെന്ന്. കുരിശ് അച്ഛൻ പറഞ്ഞെന്തോ ദുഃഖ വെള്ളിയാഴ്ച കുരിശുമായി എല്ലാവരും കുരിശ് തടി എല്ലാം കണ്ടിച്ച് ക്രമപ്പെടുത്തി കുരിശുമായിട്ട്. പടിഞ്ഞാറ്റേ മുറിയിലെ തോമാച്ചൻ്റെ ഈ കുരിശില്ല. തോമാച്ചൻ അച്ഛൻ എന്തിയാ തോമാച്ച കുരിശ്? ഉടനെ പെമ്പളെ പൊക്കി വെച്ച് പറയും ഇതാണ് എൻ്റെ കുരിശ്. എൻ്റെ അച്ഛോ 30 കൊല്ലമായിട്ട് ഞാൻ ഈ കുരിശ് ചുമക്കുക, മരണം വരെ ചുമക്കാന്ന് പറഞ്ഞു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കുരിശുകളാണ്. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. കത്തോലിക്കന്റെ കുത്തകയല്ല ക്രിസ്തു. യാക്കോബ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീൻ, ലണ്ടൻ ഇവരുടെ ആരുടെ കുടുംബസ്വത്തല്ല യേശു. പെന്തിക്കോസുകാരുടെ കുടുംബസ്വത്തുമല്ല യേശു. ബ്രദറുകാരുടെ കുടുംബസ്വത്തല്ല യേശു. TPM പെന്തിക്കോസ് തന്നെ ഉണ്ട്, ഇച്ചിരി കൂടിയ പുള്ളിക്കാരാന്ന് വൈപ്പ്. ഇത് TPMകാരുടെ മാത്രമല്ല യേശു. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. നീ ഹൈന്ദവനായിക്കോട്ടെ, മുസ്ലിം സഹോദരനായിക്കോട്ടെ, ബുദ്ധനോ ജൈനനോ പാഴ്സിയോ അറബിയോ ആരുമാകട്ടെ, ഇത് ഒരു വിഭാഗത്തിന്റെ ആളല്ല യേശു. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ ദൈവം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. അത്ര വേണ്ട. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. അതാണോ? മൂളെ കൊടുക്കുന്നു. മതി ഇല്ല, നിർത്ത്. ഒരാൾ നാണം വന്നപ്പോൾ നേരം വെളുത്തെന്ന് പറഞ്ഞ പോലെ തീരും. നിർത്ത്, മതി. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദവാന്തിതപദാംബുജൻ. സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ ദൈവമാണ്. ആഗമകാരന്മാരിലാതവൻ മോസസ്. സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോരപ്രിയമാം ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാനാഥനുപദേശിച്ചതല്ലോ. ഇലോകീശദ്ധായിയു യലോകി അഡോണായി വിലോപമെന്യേ യാഹ്വേ യഹോവയാകുന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടെ തന്നെ യാചകനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠങ്ങളെ ഊചിതം പോലെ അല്ലായെങ്കിൽ അനീശനെ മാനുഷനറിയെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. കാശിന് കൊള്ളാതുള്ള
കരത്തിൻ താടിയല്ലാൽ നാസറായ ഒരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ളോരും സപ്തസപ്തിയിൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ നദജന ബാലന പാരായണ. മോശയെന്നവനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണം പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. ഞാൻ ദൈവത്തെ പറ്റി ഒരു ചെറിയ വർണ്ണനയൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇതൊന്നും അല്ല, ഇതിനപ്പുറം എഴുതി വെച്ചിരിക്കുക. എനിക്കിത് അറിയാവൂ. അപ്പൊ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. അപ്പൊ യേശു ക്രിസ്തു ഒരു മതത്തിന്റെ, ഒരു സഭയുടെ, ഒരു സംഘടനയുടെ, ഒരു ദേശത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാണ്. പക്ഷെ ആൾക്കാരല്ല ഇങ്ങനെ തരംതിരിച്ചു വച്ചിരിക്കുക. ഇതൊരു വിഭാഗത്തിന്റെ അല്ല. ആ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത എന്തുവാ? പ്രത്യക്ഷതയുടെ വിശേഷത 1-2 കാര്യം പറയാം. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത എന്ന് പറഞ്ഞ പൂർവകാല പ്രത്യക്ഷത. എന്താ പ്രത്യക്ഷതയുടെ വിശേഷത? ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് പൊട്ടി വീണതല്ല. ആരാ? യേശു. ഒരു സുപ്രഭാതത്തിൽ മേളിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടി വീണതല്ല. പണ്ട് ഒരു കല്യാണത്തിന് പോയപ്പോൾ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാ, ഈ ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത്. ഞാനുമുണ്ട്, ബന്ധുക്കോസുകാർ 3-4 പേരേ ഉള്ളൂ. അപ്പം വണ്ടിക്കകത്ത് സിനിമ കിട്ടും. ഈ അന്നൊക്കെ ഇടുവൽ സിനിമ ഇട്ടപ്പോൾ അതിനകത്തൊരു പാട്ട്, ഏത് സിനിമയാണെന്നോ അതിൻ്റെ ആദ്യം എന്നാണോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഒരു വരി എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. ആ വരി നിങ്ങൾക്കറിയാമെങ്കിൽ പാടിക്കണം കേട്ടോ. പിന്നെ ആ വരി ഇതാ, മാനത്തിൽ നിന്നെങ്ങാനും പൊട്ടി വീണു. ഒരു ചെറിയ ഊറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. മാനത്തിൽ നിന്നെങ്ങാനും. അപ്പൊ ഇത് മാനത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ല. എന്നാ ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നു. പാട്ടോർത്ത് കാണും, പാടണ്ട. അപ്പൊ ഇത് മാനത്തിൽ നിന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ല ക്രിസ്തു. പിന്നെന്താ ക്രിസ്തു ഇവിടെ വരാൻ കാരണം? അത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം ഇത് എഴുതി ക്രമപ്പെടുത്തി വച്ചിരിക്കുക. എന്തുവാ? വായിച്ചേ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ചു. വായിക്കും മോനെ. ജെയ്സൺ എന്തോ നിങ്ങൾ 5 പെട്ടെന്ന്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അതെല്ലാം അരുളി ചെയ്തിട്ടുണ്ട്. എന്തോ അരുളി ചെയ്തു. അതോ 1-2 കാര്യം പറയാം. ആദ്യത്തെ പ്രത്യക്ഷതയല്ലേ, 1-2 കാര്യം പറയാം. കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം ഇതെല്ലാം ക്രമപ്പെടുത്തി കുറിച്ചു വച്ചിരിക്കുക. അതിന്റെ വെളിച്ചത്തിലാ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇനി ഇതിനോട് ചേർത്ത് ഒരു വാക്യം കൂടെ വായിച്ചോ. 5 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചോ. ഇതിനോട് ചേർത്ത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തു. അപ്പൊ ശ്രദ്ധിച്ച്, യേശു ക്രിസ്തു ഇവിടെ വന്നത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. അല്ല, എല്ലാവരുടെയും ജീവിതത്തിലെ മരണത്തിൽ നിന്ന് വ്യത്യസ്തമായ യേശുവിന്റെ ജനനവും മരണവും.
നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ജാതകം എഴുതുന്നതൊക്കെ അങ്ങനെ ജനിച്ചു കഴിഞ്ഞ. എൻ്റെ ജാതകം എഴുതിയതാണ്, അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അത് എഴുതുന്ന ആൾക്കാരോട് പറയും, അവർ നാഴിക വിനാഴികയൊക്കെ ചോദിക്കും, നക്ഷത്രം. അപ്പം നക്ഷത്രം ചോദിക്കും, അത് ഏത് സമയത്ത് ജനിച്ചു, അതിൻ്റെ ഒരു അല്പം പോലും തെറ്റരുത്. അതൊരു നാഴിക വിനാഴിക തെറ്റാതെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി പഠിച്ച ആൾക്കാർ ജാതകം എഴുതി വെക്കും. അത് പല കാര്യങ്ങളൊക്കെ നടക്കാറുമുണ്ട്. അതൊക്കെ ജനിച്ചു കഴിഞ്ഞ. എന്നാൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ഇതെല്ലാം എഴുതി വച്ചിരിക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അല്ല, യേശുവിൻ്റെ ജനനവും മറ്റുള്ളവരുടെ ജനനവും തമ്മിൽ വ്യത്യാസം. ഇതൊക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ക്രിസ്തുയേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തുവാ എഴുതിയത്? പ്രവാചകന്മാർ മുഖാന്തരം എഴുതി. എന്തുവാ എഴുതിയത്? ഒന്ന്, എവിടെ ജനിക്കും അത് നേരത്തെ എഴുതി വച്ചിരിക്കുക. വായിച്ച് മീകാ പ്രവചനം 5:2. പെട്ടെന്ന് വായിര്. മീകാ പ്രവചനം 5:2. നീയോ മൈക്ക് കൂടെ വായിക്കും. നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിക്കുന്നത് യഹൂദയിലെ ബേത്ലഹേമിലായിരിക്കുമെന്ന് യേശു ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു വച്ചിരിക്കുക. ആദ്യത്തെ പ്രത്യക്ഷത. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ആരെങ്കിലും പറഞ്ഞോ ഇന്നടത്ത് ഇന്ന ആള് ജനിക്കുമെന്ന്? ആരും പറഞ്ഞു? സ്തോത്രം. ഇന്ന സ്ഥലത്താ ജനിക്കുന്നെന്ന് ആര് പറഞ്ഞു? നാളെ ഒരാൾ ചോദിച്ചാൽ എവിടാ ജനിച്ച? എനിക്കറിയാൻ മേല, അമ്മ പ്രസവിച്ചെന്നറിയാം. എവിടാന്ന് പോലും പുള്ളിക്ക് അറിയാൻ മേല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, എന്നാൽ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ വിശേഷത ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു, യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കും. അതെ, അതന്നെ യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കാൻ കാര്യം. അല്ല, ബേത്ലഹേമിൽ തന്നെയാണോ ജനിച്ചത്? ഇനി മത്തായി 2:1 വായിച്ചേ മോനെ. അവിടെ തന്നെയാണോ അത് ജനിക്കുന്നതിനടുത്താന്ന് പറഞ്ഞു? പിന്നെ ജനിച്ചത് വേറെ വല്ലയിടത്ത് വന്നു. ഹെരോദാ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ചു. അപ്പൊ അവിടെ തന്നെ ജനിച്ചേ. മത്തായി സുവിശേഷം എഴുതുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാ മീകാ പ്രവചനം. ഏതാണ്ട് 700 കൊല്ലം അല്ലയോ? യശയ്യാവും മീകായും എല്ലാം. പിന്നെ എന്നെ തുറച്ചു. അപ്പൊ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മീകായിൽ കൂടി ദൈവം പറഞ്ഞു, യഹൂദയിലെ ബേത്ലഹേമിലാണ് ജനിക്കുന്നത് ക്രിസ്തുയേശു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മത്തായി അത് ഒന്നുകൂടെ കൃത്യമായിട്ട് എഴുതി, യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചു. അപ്പൊ ജനിച്ചു ബേത്ലഹേം പട്ടണത്തിൽ യാതനേ, ബേത്ലഹേം പട്ടണത്തിൽ യാതനേ, ബഹു ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ യാതനേ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിലാണ് ജനിച്ചത്. അപ്പൊ എവിടെ ജനിക്കുമെന്ന് പറഞ്ഞു? സൂക്ഷ അവിടെ ജനിച്ചു. അതായി ജനനത്തിന്റെ വിശേഷത. യേശുവിന്റെ ജനനത്തിന് വിശേഷതയുണ്ട്. എവിടെ ജനിക്കും അവിടെ തന്നെ യേശു ജനിച്ചു. അതിനെ യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കാൻ കാര്യം, അതിനൊത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം പറയാം. യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കാൻ കാര്യം, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 16 വായിച്ചേ. ഉൽപ്പത്തി 35:16. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അവർ ആരൊക്കെയാ? എന്തോ പേര്? ജോംസി ആരൊക്കെ അവര്? ജേക്കപ്പച്ചാനും റേച്ചൽ ആന്റി, അതിലെ ജേക്കപ്പ്, ജേക്കബ് പാസ്റ്ററും
റേച്ചലമ്മാമ്മയും പിള്ളേരും എല്ലാം കൂടെ വരുവാ. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിൽ എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ ബേഥേലിൽ നിന്ന് ഇവർ യാത്ര പുറപ്പെടുക. ബേഥേലിൽ വരാൻ കാര്യം ഉണ്ടാവുന്ന ഇപ്പം എടുക്കുന്നില്ല. അപ്പോൾ ഈ ജേക്കബും കുടുംബവും എല്ലാം കൂടെ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ ആ സ്ത്രീക്ക് കഠിന വേദന ഉണ്ടായി. അടുത്തത് അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിട്ടിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഇത് ഒരു മകനായിരിക്കുമെന്ന് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അവനെ ബെനോനി, കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ വേദനയുടെ പുത്രൻ എന്ന അർത്ഥം വരുന്ന ബെനോനി. ഒന്നുകൂടെ വായിച്ചാ വാക്യം. ഭയപ്പെടേണ്ട, ഇത് ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. ബെന്യാമീൻ വലങ്കയുടെ പുത്രൻ ബെന്യാമീൻ എന്ന് പേരിട്ടു. അടുത്ത വാക്യം. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവിടെ യേശു ജനിക്കുന്നു. ദൈവത്തിന് മകത്വം. ചില ആൾക്കാർ പറയും ആ പുൽക്കൂട്ടിലാണ് ജനിച്ചത്. എവിടെ പൊട്ടം കിടാപ്പാ. ഉടനെ പാട്ട് വെക്കുന്നുണ്ട്, കാലിത്തൊഴുത്തിൽ. പാടി എടുത്തു പോകണം. അത്രയും പിച്ച് കിട്ടുകയല്ല എനിക്കും. അത് പാടാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല പാട്ടാ, എനിക്ക് പാടാൻ വയ്യ. അതുകൊണ്ടല്ലേ കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. അപ്പൊ ഈ നല്ല തൂണാ, നല്ല പാട്ടാ. പക്ഷെ കാലിത്തൊഴുത്തിൽ അല്ല യേശു പിറന്നത്. നമ്മുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്, ദേവസുതൻ പശുശാലയിൽ. ഇസ്രായേൽ ഇവിടെ ബോംബ് ഒന്നാണ്. മനുഷ്യനെല്ലാം പേടിച്ചിരിക്കുക. അമ്മമാർക്ക് അന്നേ വെളിവും വെള്ളിയാഴ്ച ഉള്ളു. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മളുടെ ഇടയിൽ ഒരു പാട്ടാ. ഏതാ? ഞങ്ങളുടെ സഭയിലൊരു അച്ഛനുണ്ട്, ആ വരി പുള്ളി പാടുകയല്ല, വണക്കം കൊണ്ടാട്ടില്ല. പുള്ളി പറഞ്ഞ ആലത്തോടത്തിലൊന്നും അല്ല പറഞ്ഞു. നമ്മൾ പാടുക, ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ദേവസുതൻ പശുശാലയിൽ പശുശാലയിൽ ചതുവേറും കഥയോ, ദേവസുതൻ പശുശാലയിൽ അവതരിച്ച വേറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുപവനവും ലഭിച്ചതിൽ
ഈ പാട്ടുകളൊക്കെ അങ്ങനെ സന്ദർഭോചിതമായിട്ട് എഴുതിയതാണ്. പക്ഷേ അല്പ പേശക്കൊക്കെ ഉണ്ട്. കാരണം പുൽക്കൂട്ടിലല്ല യേശു പിറന്നത്. പിന്നെ ഒരു പരുവത്തിന് കൂടുമെല്ലാം ഉണ്ടാക്കി പമ്മി ഇല്ല, പുൽക്കൂട്ടിലല്ലെന്ന്. എങ്ങും സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് അവിടെ കൊണ്ട് കിടത്തിയതാ. അങ്ങനെ വേദപുസ്തകത്തിൽ അങ്ങനല്ലേ വായിച്ചു. ഹെരോദ രാജാവിന്റെ കാലത്ത് എന്നെ നോക്കുകയാണ്, എൻ്റെ മോതാണ്. അങ്ങോട്ട് നോക്ക് വായിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാനും മറന്നുപോയി. അല്ല, ഞാനിങ്ങനെ നിൽക്കുന്നത്. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. വഴിയമ്പലത്തിൽ സ്ഥലമില്ലേകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അത് വായിക്കുക. ആ 3 പേരും ഞാനങ്ങ് മറന്നുപോയി. ലൂക്കോസിലല്ലയോ? മോനെ ലൂക്കോസ് 2 എടുക്കുക. 2:8 മുതൽ അങ്ങോട്ട് വായിച്ചു. ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ പരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അടുത്തത്, നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന്. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അതിന്റെ 6-7 വാക്യം വായിച്ചേ. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. ഔസേപ്പും മറിയമും കൂടി ഇരിക്കുമ്പോൾ മറിയത്തിന് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അടുത്ത വാക്യം, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അപ്പോൾ വേറെ ജാതന്മാര് പിന്നീട് ജനിച്ചു. അതുകൊണ്ട് ആദ്യജാതൻ അല്ലെങ്കിൽ ഏകജാതൻ എന്ന് പറഞ്ഞാൽ മതി. ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ജനിച്ചിട്ടുള്ളൂ. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ വേറെയും ജാതന്മാര് ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി വായിര്. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായി. ഒന്നുകൂടെ വായിച്ചേ മോളെ ആ വാക്യം. ശീലകൾ ചുറ്റി, അല്ല അതിന് മേളിലോട്ട് കയറ്റി വായിര്. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ. അപ്പം പ്രസവിച്ചത് ഒരു സ്ഥലത്താ, അവിടുന്ന് വഴിയമ്പലത്തിലും സ്ഥലം കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പൊ പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത്, അവിടെ കൊണ്ട് കിടത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ബെടലത്തരം ഒന്നും കാണിക്കരുത്. ഇങ്ങോട്ട് ഇരിപ്പാനായിട്ട് ഞാനിപ്പം രാത്രി എഴുതിയതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ചിന്തിക്കുക, അയാൾ കട്ടപ്പന കയറ്റം കയറിയപ്പം കണ്ടി കുത്തിയിരുന്നു. ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നേ അല്ല വായിക്കുന്നത്, അവരെ കൊണ്ടാണ്. ജയ്സനെ ജീവൻ ഇത് പേരങ്ങ് വിട്ടുപോകും. എബിൻ ഒരു കാര്യം ഉറപ്പിച്ചും നിറപ്പിച്ചും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനെ പ്രസവിച്ചത് പശുത്തൊട്ടിയിലല്ല. അതുകൊണ്ട് നീ പശുത്തൊട്ടിയെല്ലാം ഉണ്ടാക്കി കൂടും ഉണ്ണി പറന്നു. പിന്നെ എവിടെ നമ്മളന്നെ പിള്ളേർക്ക് ഇച്ചിരി കാശ് വേണം, അതിനോട് ഒരു നമ്പറുമായിട്ട് അവന് ഉണ്ണി പറഞ്ഞെന്ന് പറഞ്ഞു. ആട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരല്ലേ. പിന്നെ ഇനി അടിയന്തരം വന്ന് വെച്ചാൽ മുടിയാന്തരമായെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് മഹത്വം. അപ്പോൾ
യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത, അവിടുത്തെ തിരുപ്പിറവി എവിടെ ജനിക്കും? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മീഖയിൽ കൂടി ദൈവം പറഞ്ഞു, യഹൂദയിലെ ബേത്ലഹേമിലായിരിക്കും യേശു ജനിക്കുന്നത്. സൂക്ഷം അവിടെ തന്നെ ജനിച്ചു. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയകുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയകുമാരനേശു മർത്യനായി വന്നു. മുതൽ ഗോശാലയിൽ നിവാസികളെ രക്ഷ ചെയ്വ അക്ഷയകുമാരനേശു മർത്യനായി വന്നു. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത. അപ്പോൾ അത് ചുമ്മാ വന്ന് പ്രത്യക്ഷപ്പെട്ടതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ കുറിച്ചു വെച്ചതാ. അതുപോലെ അച്ചട്ടായിട്ട് നിറവേറി. ഒന്ന്, എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. അവിടെ ജനിക്കാനുള്ള കാരണമാണ് പറഞ്ഞത്. ഈ എഫ്രാത്തിലെത്താൻ അല്പദൂരമുള്ളപ്പോൾ റാഗേൽ വഴിയരികെ വെച്ച് മരിച്ചു. അവളെ വഴിയരികെ അടക്കി. വേറെ വാക്യങ്ങൾ വായിക്കാനുണ്ട്, നേരമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഒരു വലിയ സംഭവം നടന്ന സ്ഥലമാണ് ഈ ബേത്ലഹേം. ഒന്ന്, പെട്ടുമരണം, ചെറിയ മരണമാണ്, പ്രസവത്തോടുകൂടി മരിക്കുക, മരണത്തിന്റെ നിലവിളി, വഴിയരികെ അടക്കി. ഈ മരിക്കുന്ന സമയത്ത് ഇവള് കരഞ്ഞു പ്രാർത്ഥിച്ചു. റാഹേലിനെ പറ്റി പഠിക്കുന്നത് റാഹേൽ മരുക്കമില്ലാത്ത പശുക്കിടാവാണ്. മരുക്കമില്ല, ചില മരുങ്ങുകയല്ല, കണ്ടില്ല, മരുക്ക ചായമ്പിൻ്റെ ഒരു പരുവത്തിന് അങ്ങ് പോകുന്നു. ചിലതുണ്ട് ഇതിനകത്തുണ്ട്. പുള്ളി ഒന്ന് നോക്കിയാൽ ഉടനെ പുള്ളി കുഞ്ഞാടിനെ പോലെ. അയ്യോ, അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, എല്ലാവരും അല്ല, ചിലര്. പണ്ട് അപ്പനും മക്കളോട് പറഞ്ഞ അപ്പനോട് മക്കൾ പറഞ്ഞു, പാപ്പ ഞങ്ങൾക്ക് ഒന്ന് ടൂറ് പോകണം. എവിടെയാടാ ടൂറ് പോകണ്ട? കാശുമൊക്കെ ഉള്ള വീടാ. ഉടനെ പറഞ്ഞു ഞങ്ങൾക്ക് ഊട്ടി വരെ പോകണം. ഉടനെ അപ്പം പറഞ്ഞു, എന്നാ പാനും നിക്കറുമൊക്കെ ഇടറാ, കൊച്ചു പിള്ളേരുമൊക്കെ ആപ്പിള് നിക്കറാ, നീ വാനും ഇടും പെട്ടെന്ന്. അപ്പനും ഉടനെ പോകാൻ ഒരുങ്ങ്. ഉടനെ തള്ളയകത്തിന്ന് വന്ന്, ഇവിടെ ആരും ടൂറിന് പോകുന്നില്ല. ഉടനെ അപ്പൻ നിക്കർ ഊരിയോടാ ഉണ്ടോ, ഇട്ടോ നിക്കർ അവനെ കൊണ്ട്. വേറൊന്നും തള്ള പറഞ്ഞില്ല. ഇവര് അടുക്കളയിൽ നിൽക്കുക. അപ്പൊ അപ്പനും മക്കളും ഇവിടെ നിന്ന് വർത്താനം പറയുന്നത് അവിടെ കേട്ടു. ടൂറിന് പോകണമെന്ന് പിള്ളേർ പറഞ്ഞു, ഒരുങ്ങടാ പോകാന്നും പറഞ്ഞു. ചില കാശുമൊക്കെ ഉള്ള വീടാ. അതിന് കാരണം തള്ളയോട് ചോദിച്ചില്ല, അവരുടെ പെർമിഷൻ. അതാ വിഷയം. അവരടുക്കള ഇവിടെ ആരും ടൂറിന് പോകുന്നില്ല പറഞ്ഞിട്ട് അവരടുക്കളയിലോട്ട് പോയി. അതിനപ്പം പറഞ്ഞു നിക്കർ ഒഴിക്കോട്ടെ, ഇവിടെ ആരും പോകുന്നില്ല. അല്ല, അങ്ങനെയുള്ള ആ ടൈപ്പൊക്കെ ഇതിനകത്ത് വിരിപ്പുണ്ടെന്ന്. പിന്നെ ഇപ്പൊ പിന്നെ തലയെ തുണിയിട്ട് പമ്മി ഇരിക്കുക, ഇരിപ്പ് കണ്ടാൽ നമ്മളോർക്കും കൊക്കിരിക്കും പോലെ ഇരിക്കുക. അപ്പൊ ഈ മരുക്കമില്ലാത്ത ഒത്തിരി ഉണ്ട്. ഈ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇണങ്ങാത്തവര്. അങ്ങനെ ഇണങ്ങാത്തവര് ഇണങ്ങുകയല്ല. കാട്ടാനെ ഇണക്കുന്നുണ്ട്. കാട്ടാനെ നാട്ടിൽ കൊണ്ടുവന്ന് താപ്പാന അപ്പറ ഇടവും വലോ നിന്ന് എത്ര ചില്ലിക്കൊമ്പനെ വരെ കിട്ടിയാൽ ഇണക്കും ഇല്ലേ? അയ്യോ, ചിലതിനെ ഒരു തരത്തിൽ ഇണങ്ങുകയല്ല. 25 കൊല്ലമായി. ഇന്നാളെന്നോട് പറഞ്ഞ എൻ്റെ വാസന 25 കൊല്ലമായി കുടുംബത്തവള വന്ന് കയറി വരെ ഒരു കുഞ്ഞുങ്ങളോട്. എൻ്റെ അമ്മയോട് ഇണങ്ങുകയില്ല, പെങ്ങന്മാരോട് ഇണങ്ങുകയില്ല, അപ്പുറത്തെ മേഴ്സിയോട് ഇണങ്ങുകയില്ല. അപ്പുറത്തെ ഞങ്ങളുടെ ഒരു മാവി വരും, നല്ലൊരു അമ്മ, അവരോട് ഇവളാര് സഭയിൽ ചെന്നാലും ഇവിടണം. അവിടെ ഇവള് വൈതരണിയാണ്. ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു പണ്ട് വൈതരണി പെണ്ണമ്മ, അവരുടെ പേരാ വൈതരണി. വൈതരണി എന്ന് പറയുന്നത് ഒരു നരകവാ, ഹൈന്ദവ പുരാണത്തിലുണ്ട്. എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്, വൈതരണ്യാക്കയാകുന്നത് തൃഷ്ണയും ആഗ്രഹമാ വൈതരണി കൊണ്ടെത്തിക്കുന്നത്. സന്തോഷമാകുന്നത് നന്ദനം മനം ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്ക നീ. അപ്പോൾ വൈതരണി, താമിശ്രം, അന്ധതാമിശ്രം, വൈതരണി, കുംഭിഭാഗം, ഭൂയോദകം, അസിപത്രം, ഇതെല്ലാം നരകങ്ങളാണ്.
അതിലൊരു നരകമാ വൈതരണി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇണങ്ങാത്ത ധാരാളം ആൾക്കാരുണ്ട്. റാഹേല് മരുക്കമില്ലാത്ത പശുക്കിടാവാ, ഇണങ്ങുകയല്ല. 1, 2 അഹങ്കാരമുണ്ട്. ചേട്ടത്തേക്ക് കണ്ണത്ര നല്ലതല്ല, വിളിച്ചൊരു ഒരുങ്ങി കെട്ടിയൊക്കെയാ നടക്കുന്നത്. അതിൻ്റെ ഒരു ഇച്ചിരി സൗന്ദര്യം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തണ്ടുമൊക്കെ ഉണ്ട്. 3, ചേട്ടത്തിയോട് അങ്ങ് അസൂയ, ഭയങ്കര അസൂയ. അതിനെ നോക്കി വായിച്ച 30-1 നിങ്ങൾ ഓർക്കുന്നത് ഞാൻ ഒപ്പിക്കുന്നതാണ്. ഇതെല്ലാം വേദപുസ്തകത്തിലുണ്ടെന്ന്. ഉൽപ്പത്തി 30-1 വായിക്കും. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു, തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. ഇവള് പ്രസവിക്കാതെ അവളോട് അസൂയ. എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോണം. ഒന്നുകൂടെ വായിച്ചു, കേട്ടില്ല. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു, റേച്ചല് കണ്ടു. എന്നിട്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. അപ്പൊ ചേട്ടത്തിയോട് അസൂയ, അങ്ങനെയുള്ളവരുണ്ട്. സ്വന്തം സഹോദരങ്ങളോട് അസൂയയോട് ഇടപെടുന്നവരുണ്ട്. പിന്നെ പാടില്ല കേട്ടോ. അയലത്തുകാരോട് പിണങ്ങരുത്, സഹോദരങ്ങളോട് അസൂയപ്പെടരുത്. ചേട്ടനോടോ അനിയനോടോ അനിയത്തിയോടോ എഴുത്തിയോടോ അപ്പുറത്തുകാരോടൊന്നും കൊമ്പ് കോർക്കരുത്. നീ ദൈവവൈതല. ഇത് ചൊല്ലി പറയുന്നില്ലേ, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവരോട് മിണ്ടുകയില്ല. എന്നിട്ട് ഞായറാഴ്ച രാവിലെ പുസ്തകമായിട്ട് ഓടുക, വെടികൊണ്ട വന്നിയെ പോലെ. എന്തിനിങ്ങനെ ഓടുന്നു? ചേട്ടത്തി IPC, അനിയത്തി അസംബ്ലീസ് ബോർഡിൽ, നടുക്കത്തവള് ചർച്ച ബോർഡിൽ. 3 മിണ്ടുകയും. മൂത്തയാള് കത്തോലിക്കല്ല, അത് 5ന്റെ കുർബാനയ്ക്ക് പോവാ. ഈ തണുപ്പ് കിടുകിടുകിടാന്നടിച്ചു, അതും മിണ്ടുകയല്ല. സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം, സകല മനുഷ്യനോടും. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഇതെടുത്തോണ്ട് നടക്കുന്ന ആരും വഴക്കുണ്ടാക്കരുത്, പിണങ്ങരുത്, വൈരാഗ്യം ഒന്നും വെച്ചുകൊണ്ട് നടക്കരുത്. ആരോടെങ്കിലും മിണ്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പോയി ഗുണപ്പെട്ടോണം. അല്ല, നിന്റെ ഇടുത്തി വീടും കേട്ടോ. പിന്നല്ലാതോ, പിന്നെ പണങ്ങിയിരിക്കുന്നവരെന്നാ ദൈവം വിടുവിക്കുമെന്ന് പറയണം. ഇതിനകത്ത് കാണുമെന്ന് വൈരാഗ്യത്തോടൊക്കെ ഇരിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളോടും പണങ്ങിയാക്കരുത്. ഇത് നമ്മുടെ അടിസ്ഥാനമാണ്. ചിലപ്പോൾ തെറ്റ് അവരുടെ ഭാഗത്തായിരിക്കും, നമ്മൾ ക്ഷമിക്കണം. അതാണ് നമുക്കുള്ള പ്രമാണം. ഈ കന്നത്തടിച്ചപ്പോഴും ഇവിടെ കാണിച്ചു കൊടുക്കാനാ പറഞ്ഞു. അടിച്ചില്ലയോ, ഉപദ്രവിച്ചില്ലയോ, എന്തെല്ലാം ദോഷം ചെയ്തു. കണ്ണ് മൂടിക്കെട്ടി യേശുവിന്റെ കന്നത്തടിച്ചില്ല, കാർക്കിച്ചു തുപ്പി, മുൾക്കിരീടം കൊണ്ടുവന്ന് അടിച്ചിറക്കി, മുതുക് ഉടവിലാല് പോലെ നീളത്ത് കീറി, പ്രാണവേദനയിൽ അതിവേദന, കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി, രക്തവും വെള്ളമായി ചാടി പുറപ്പെട്ടു, ആക്ഷേപിച്ചു. എന്തെല്ലാം ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അവിടുന്ന് ക്രൂശിൽ കിടന്ന് പറഞ്ഞ തിരുവായി മൊഴിഞ്ഞതിൽ ഒരു കാര്യം ഇതാ: പിതാവേ, ഇവരോട് ക്ഷമിക്കണം. എൻ്റെ പ്രിയരെ, ഈ ഒരു മനസ്സ്, ഈ യോഗം കൂടുമ്പോൾ ഇങ്ങനെയുള്ള മനസ്സുണ്ടാകണം. അല്ലാതെ യോഗം കഴിയുമ്പോൾ കൊടുവാളുമായിട്ട് ഇറങ്ങുകയല്ല. ഇവിടെ നിന്ന് ചിന്തിക്കുക, വീട്ടോട്ട് ചെന്നിട്ട് വേണം കത്തി ഒന്നുകൂടൊന്ന്. ആരോ കുഞ്ഞുഞ്ഞമ്മ? അയ്യോ, ഓരോ യോഗം കഴിയുമ്പോഴും പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സ്വഭാവത്തിന് വ്യത്യാസം വരണം. അല്ല പിന്നെ യോഗം കൂടിയിട്ട് യാതൊരു ചുമ്മാ ഇങ്ങനെ കൊട്ടിയും പാടിയും തുള്ളിയും ചാടിയും തവള ആടും പോലെ. മാനസാന്തരം, രൂപാന്തരം, സ്വഭാവത്തിന് വ്യത്യാസം. ദൈവത്തെ ഒത്തിരി പറയാനുണ്ട്. ഇപ്പം ചൊല്ലി ചിന്തിക്കുക, എത്രയും പെട്ടെന്ന് അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു അയാൾ. അല്ല, ചങ്കിന് കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് മോന്ത കാണുമ്പോൾ എനിക്കറിയാം. മുമ്പത്തെ മോന്തയല്ലല്ലോ ഇപ്പം. ചെല്ലി ഇപ്പം അങ്ങ് എഴുന്നേറ്റ് പോയാൽ കൊള്ളുന്ന, പിന്നെ എഴുന്നേക്കാത്ത അയാൾക്ക് വെളിവും വെള്ളിയാഴ്ചയുള്ളവനെല്ലാം അങ്ങനെ എഴുന്നേറ്റ് അയാൾ മൈക്കിൽ കൂടെ വല്ലോ വിളിച്ചു പോയി. കാക്കാച്ചിന് ബോധമുള്ളവനെല്ലാം ഇനി തയ്ക്കുകയല്ലാതെ. ഞാൻ കണ്ട് ചെല്ലി ഇങ്ങനെ കുറച്ചുകൂടെ വലിച്ചിടുന്നു, അറിയണ്ടെന്ന് ഓർത്താ. അതൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നു, ഞാൻ കണ്ടെന്ന്. ഇതൊക്കെ അങ്ങനെ ആളറിയണ്ട. ഒരാളോട് ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, വചനം പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും ബാധകമാണ്.
നമ്മളെ ഉപദ്രവിക്കുന്നവർ കാണും, ആക്ഷേപിക്കുന്നവർ കാണും, പരിഹസിക്കുന്നവർ കാണും, നിന്ദിക്കുന്നവർ. അതവർ ചെയ്യട്ടെ, അറിയാതെ ചെയ്യുക. അവർക്കിത് അറിയത്തില്ല, ഇതിൻ്റെ മാഹാത്മ്യം അവർക്ക് അറിയത്തില്ല. അറിഞ്ഞ നീ ക്ഷമിക്കണം, ക്ഷമിക്കണം. അട ഞാൻ ഭാഗത്തേക്ക് വരികയാണ്. ദൈവത്തിന് മഹത്വം. അഹങ്കാരിയ, അസൂയ, ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി നീ മക്കളെ തന്നില്ലേ ഞാൻ ചാവുമെന്ന് യാക്കോബിനോട്. യാക്കോബ് പറഞ്ഞു, എൻ്റെ ഓടി ഞാനെന്തോ ചെയ്യാനാ, പിള്ളേരെ തരുന്ന ദൈവം അല്ലേ ഓടി. മക്കളെ യഹോവ തരുന്ന ഈ അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഭ, ദൈവം ആ മക്കളെ തരുന്നത്. നീ എനിക്ക് ഉച്ചക്കണ തന്നില്ലേ ഞാൻ കാണിച്ചു തരാൻ ചാവുമെന്ന്. ഈ വായിന്ന് വരുന്നതൊക്കെ ശ്രദ്ധിച്ചോണം. ദൈവം ഇത് കേട്ടു. ഒന്നുകൂടെ വായിച്ചേ മോളെ വാക്യം. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു ഓടിച്ചു പോയി മോളെ. യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, നീ എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നല്ല, ശരിയായ വ്യാഖ്യാനം തന്നെ. ഇവള് പറഞ്ഞു ഞാൻ ചാവുമെന്ന്. നീ എനിക്ക് പിള്ളേരെ തന്നില്ലേ ഞാൻ ചാകും. ഞാനും നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചോണം. ദൈവം ഇത് കേട്ടു. കേൾക്കുകയല്ലേ? മലാക്കിൽ അങ്ങനല്ലേ വായിക്കുന്നത്? അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് ദൈവം കേട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് അമ്മാമ്മ ഇതെല്ലാം ഡയലോഗ് പറഞ്ഞങ്ങ് വിട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് എഫ്രാത്തിലെത്താൻ അല്പ ദൂരമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവത്തോടുകൂടി മരിച്ചു. കാരണം മറ്റൊന്നുമല്ല, നാവിന്മേൽ ആ ജീവനും മരണവും. ഇവള് പറഞ്ഞില്ലേ മക്കളെ തന്നില്ലേ ചാകും. ദൈവം കേട്ടറിഞ്ഞ മതി, എന്നാ കൊച്ചനെ പിടിച്ചോ, നീ ചത്തോ, കുഞ്ഞിനെ പിടിച്ചോ. ഇപ്പൊ കിടന്ന കാലം കേട്ടിരിക്ക അപ്പാ ഒരു വിടുതൽ. ഓ പിന്നെ ഉടുക്കൻ ഓലിയാനിടും പോലെ ഇപ്പൊ ഇട്ടിട്ട് ഒരു കാര്യം. ചിലതിനെ കണ്ടിട്ടില്ലേ സഭയെ വന്നു ചുമ്മാ. സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം. ഭർത്താവിനോടാ പറഞ്ഞെങ്കിലും അത് ദൈവസന്നിധിയിലാ പറഞ്ഞിരിക്കുന്നേ. മനസ്സിലായോ? ഭാര്യയോടാന്നേലും ദൈവസന്നിധിയിലാ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒക്കെ പാസ്റ്റർമാരും വിശ്വാസിയൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇവള് പറഞ്ഞു പിള്ളേരെ തന്നില്ലേ ചാകും. തമ്പുരാൻ കേട്ടു. കേട്ടേച്ച് പറഞ്ഞു കൊച്ചിനെ പിടിച്ചോ. നല്ല ഒന്നാം തരം കൊച്ചു ബെന്യാമീൻ. പക്ഷേ എൻ്റെ എളിയ ചിന്തയാണ്, ഈ കുഞ്ഞിനെ മുലപ്പാല് കൊടുത്ത് വളർത്താൻ ഇട വന്നില്ലല്ലോ. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവുമാണ് നൊന്ത് പ്രസവിക്കുക. ആ വേദനയെല്ലാം കുഞ്ഞിന് കൈത്തണ്ടയിലിട്ട് അമ്മഞ്ഞാപ്പാല് കൊടുക്കുമ്പോൾ അതെല്ലാം മറക്കുക ഇല്ലേ? അതിനിട വന്നില്ലല്ലോ. ഇട വന്നു. എൻ്റെ പ്രിയരെ, ഭയത്തോടാ പറയുന്നത്, സൂക്ഷിച്ചോണം. ചില സ്ത്രീകൾ വഴക്കണം, ഈ മുടിഞ്ഞ വീട്, അത് സൂക്ഷം മുടിഞ്ഞിരിക്കും. മുടിയും. ചില പേര് ഈ നശിച്ച പിള്ളേര് അത് മുഴുവൻ കാലാപ്പുറത്തിൽ പോകുകയുള്ളൂ. അങ്ങനെയൊന്നും പറയരുത്. പക്ഷേ ഞങ്ങള് ചെറിയ വീടാണെങ്കിലും വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ഓർക്കുന്ന വലിയ വീട്ടിൽ പാർക്കുന്നവർക്കെല്ലാം താത്ത കൊള്ളാം, മിക്കതും ഉറക്കം പോലും ഇല്ല. ചുമ്മാ ടോർച്ചടിച്ച് നോട്ടോ. അന്നേരം പുറമ്പോക്ക് കിടന്നവൻ നല്ല ഇഞ്ചൻ വെച്ചതുപോലെ 500-ന്റെ മോട്ടർ വെച്ച പോലെ അവൻ നേരെ. മറ്റേ പുള്ളി മുഴുവൻ ടറസ് നിന്നേച്ചു. ലക്ഷക്കണക്കിന് വിലയുള്ള മെത്തയൊക്കെ മേടിച്ചിട്ടിരിക്കുക. മെത്ത മേടിച്ച് ഇട്ടേച്ച് മെത്ത ചാരി വെച്ചേച്ച് വൈദ്യുതി പറഞ്ഞു കാഞ്ഞിരപ്പലയുടെ കട്ടിലേൽ ഇങ്ങനെ തലയണ വെക്കാന്ന് ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം എൻ്റെ മെത്തയെ. ഗതികെട്ടവൻ എത്ര എണ്ണം ഉണ്ടെന്നറിയാം. ചെല്ലി വയ്ക്കല് എവിടാ വീട്? പുളുക്കീട്. പഞ്ചസാര ഇട്ട കാപ്പ് കുടിക്കാൻ മേല. വീട് എവിടാ? പുളുക്കീട് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇല്ല എവിടാ? ലോഡ് കണക്കിന് പഞ്ചസാര യാക്കിനകത്ത് കയറി പോകുന്ന പുള്ളി നിന്നായിരുന്നു. ചെല്ലി വയ്ക്കല്ലേ എന്തുകൊണ്ട്? ഈ പാടമെല്ലാം ഞങ്ങളുടേതാ, പുഞ്ചപ്പാടം. എത്രയാണ് അത്? 100 പറയുണ്ട്.
ഇച്ചിരി കുത്തരിയുടെ കഞ്ഞി കുടിക്കാൻ ഇടയില്ല. ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് വരണം. പുഞ്ചപ്പാടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. ഗുജറാത്ത് പറയാനാ പാപം പരിഹരിക്കാൻ അധ്യായത്തിന്റെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിന്റെ സകല പാപങ്ങളും മോചിക്കും. അവിടുത്തെ പുത്രനായ ക്രിസ്തുവേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. വിശദീകരിക്കാൻ നേരമില്ല. എന്തിന് യേശു പ്രത്യക്ഷപ്പെട്ടു? ഒന്ന്, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കാൻ. അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. 8 പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകൻ. അടുത്തത്, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അടുത്തത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്ക് നിർത്തുക. സാത്താൻ കെട്ടിയ കെട്ടുകള് ഇന്ന് രാത്രി ദൈവം അഴിക്കുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, നിനക്കെതിരെ അത് രോഗപീഠകളായി ബന്ധിച്ച ബന്ധനം, നിന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനം, നിന്റെ ഭാവിയെ ബന്ധിച്ച ബന്ധനം, നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ നാളുകളായി, ആണ്ടുകളായി നിന്നെയും നിന്റെ കുടുംബത്തെയും ബന്ധിച്ച സകല ബന്ധനങ്ങളും ഇന്ന് രാത്രി യേശു അഴിക്കും. നീ മന്ത്രവാദിയുടെ അടുക്കലും പോകണ്ട, ആഭിചാരകന്റെ അടുക്കലും പോകണ്ട, തന്ത്രിയുടെ അടുക്കലും പോകണ്ട. മന്ത്രിയുടെ ഒക്കെ പോട്ടെ എടുക്കാനേ അവര് കുഴഞ്ഞിരിക്കുക. ഒരു തന്നെ എടുക്ക പോകണ്ട. നീ തീർത്ഥയാത്രയ്ക്കും പോകണ്ട, തീർത്ഥാടനത്തിനും പോകണ്ട, കിഴക്കോട്ടും പോകണ്ട, പടിഞ്ഞാട്ടും പോകണ്ട, വടക്കോട്ടും പോകണ്ട, എങ്ങോട്ടും പോകണ്ട. ഒരു സാധനം കൊണ്ട് കൊടുക്കുകയും വേണ്ട. ഏതാ നേർച്ച? ഇവിടെ നേർച്ചപ്പെട്ടി ഒന്നുമില്ല. ഇല്ല. എന്തിനാ? ദൈവത്തിന് എന്തിനാ നമ്മുടെ ഈ സാധനങ്ങളല്ല? ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ഇതൊന്നും വേണ്ടെന്നാണ്. എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുവണ്ട. അങ്ങോട്ടൊന്നും കൊണ്ട് ചെല്ലണ്ട. മീകാറിന്റെ 6 വായിച്ചു. ഏതായാലും സമയം പോയി. പണ്ടൊരു തള്ള പറഞ്ഞ ഏതായാലും നരകത്തിൽ എന്നാ പിന്നെ കുറിച്ചും കൂടെ ചുട്ടേക്കാം. മീകാറിന്റെ 6 പെട്ടെന്ന് വായിച്ചു. മീകാ എടുക്കുന്നു. എന്റെ അഞ്ചു മൈക്ക് കൂടെ വായിക്കണ്ട. എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുവന്ന് ദൈവത്തിന്റെ അടുക്കൽ അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ വിശന്നിട്ടാന്നോടി പോയി ചിപ്സ് എല്ലാം മേടിച്ചോണ്ട് അവള് നന്ദിക്ക് വന്നിരുന്നതാ. പാവം വിശക്കുന്നു. കഴിച്ചു. കട കിടക്കുന്നതിന് മുന്നേ അവളതെല്ലാം പോയി മേടിച്ചു. അവള് ബുദ്ധിയുള്ളവൾ. വായിക്കനകത്ത് വെക്ക്, പിന്നെ കഴിക്കാം. എനിക്ക് കൂടി ചെറിയ തരണേ, ഞാനും വിശന്ന് നിൽക്കുക. അപ്പൊ എന്തോന്നും കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലേണ്ടു. ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഓടിച്ചു വായിച്ചേ. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലേണം.
ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ, എൻ്റെ ഭാവിയെ, എൻ്റെ ആയുസ്സിനെ, എൻ്റെ നന്മയ്ക്കെതിരെ കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി അടിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി യേശു നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. സാത്താന്റെ കെട്ടുകളെ എടുപ്പാൻ പ്രത്യക്ഷനായി. ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കാൻ. ആദ്യത്തെ പ്രത്യക്ഷത സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, മുടന്തരെ നടത്തി, ഊമർക്ക് സംസാരശേഷി, ചെകിടർക്ക് കേൾവി, അവൻ മുടന്തരെ നടത്തി. മരിച്ചവന്റെ മഞ്ചത്ത് തൊട്ടപ്പോൾ അവൻ ചേടി എണീറ്റു. ഇന്ന് രാത്രി ആ യേശു നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടന് സദൃശമുള്ള ഭാരമുള്ളവനായി, 7 നക്ഷത്രം വലകിൽ പിടിച്ച് പൊൻ നിലവിളക്കിന്റെ നടുവിൽ നെടിയ നിലയങ്കി ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ സന്തതിയെ രക്ഷിക്കും, ഈ ദേശത്തെ രക്ഷിക്കും, സകല മനുഷ്യരെ രക്ഷിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. 10 മണിയായോ? 5 മിനിറ്റ്. 5 മിനിറ്റ് മുന്നേ നിർത്തി. ചെല്ലു പറയുന്ന അയാൾക്ക് ബോധമൊന്നുമില്ല, ഇളകിയെന്നാ തോന്നുന്നത്. ഇല്ല, നിർത്തി. രണ്ടാമത്തെ പ്രത്യക്ഷതയും മൂന്നാമത്തെ പ്രത്യക്ഷതയും ഇനിയും പുറകാലെ വരുന്ന ആൾക്കാർ നടത്തിപ്പുണ്ടെങ്കിൽ അവർ പറയും. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കർത്തൃകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ രാത്രി യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും. ആ കർത്താവിൻ്റെ തൃപ്പാദത്തിലൊന്ന് സമർപ്പിക്കുക. ആ പഴയ പാട്ടിൻ്റെ ഒരു വരി പാടുന്നുള്ള സമയം പോയതുകൊണ്ട് നിങ്ങളോട് ചേർന്ന് സഹായിച്ചാൽ നല്ലത്. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവമേ കേട്ടല്ലോ രക്ഷിതാവൂ സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു